നമുക്കൊരു ചായക്കട തുടങ്ങിയാലോ? ചെറിയ പെട്ടിക്കട, നല്ല പാൽ ചായയും കൂടെ കുറച്ച് സ്നാക്സും വിൽക്കാം. കോളേജിനടുത്ത് അല്ല, ആശുപത്രിക്കടുത്താവാം. കൂട്ടുകാർക്കൊപ്പം ബിസിനസ് ആശയങ്ങൾ ഘോരഘോരം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഐഡിയ തന്നെ ഒരു ചായക്കട ബിസിനസ് ആവാം എന്നതാണല്ലേ. ചായ ബിസിനസ്സിലൂടെ 1000-ഉം 10,000-ഉം പിന്നെ കോടികളുടെയും ലാഭം കണ്ട ചിലർ മലർപ്പൊടിക്കാരൻ സ്വപ്നം കണ്ടതുപോലെ എല്ലാം കൈവിട്ട് കളയുന്നു. എന്നാൽ മറ്റു ചിലരാകട്ടെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുന്നു. അങ്ങനെ ചായ വിൽപ്പനയിലൂടെ ബിസിനസ് സാമ്രാജ്യം പണിത ഒരാളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. യുനാൻ വാങ് എന്നാണ് ഈ ചായപ്രേമിയുടെ പേര്. ഒരു എഞ്ചിനീയർ. ചൈനയിലെ അതിപ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അദ്ദേഹം പക്ഷേ ബിസിനസ്സാണ് തൻ്റെ ലോകമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കഥ മാറിയത്. ഇന്ന് ലോകമെങ്ങും ട്രെൻഡിംഗ് ആയ ബബിൾ ടീ ഇത്ര ജനകീയമാക്കിയതിന് പിന്നിലെ കാരണഭൂതമാണ് ഇദ്ദേഹമെന്ന് പറയാം. ഗൂമിങ് ഹോൾഡിംഗ്സ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ് ഈ 38-കാരൻ. ചൈനയിലെ ഉയർന്നുവരുന്ന ഏറ്റവും പുതിയ ശതകോടീശ്വരൻ. കണക്കുകൾ പ്രകാരം 10,430 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. ഇന്ന് ചൈനീസ് ചായ വിപണിയുടെ 9.1% കൈയാളുന്ന ഇദ്ദേഹം ഗുഡ്മി എന്ന ബ്രാൻഡിന് കീഴിലാണ് ചായ വിൽക്കുന്നത്. സ്വന്തം രാജ്യത്തെ ഇപ്പോൾ തന്നെ 10,000-ത്തിലധികം സ്റ്റോറുകളാണ് അദ്ദേഹത്തിനുള്ളത്. ലോകത്തെ ചായ പ്രേമികളെല്ലാം ഒരു ഗുഡ്മി സ്റ്റോർ തങ്ങളുടെ നഗരത്തിലും വരണമെന്ന് ആശിക്കുന്നു. ലോട്ടറി അടിച്ചതുപോലെ നിന്ന നിൽപ്പിൽ കോടീശ്വരനായ കഥയൊന്നുമല്ല ഈ യുവ സംരംഭകന്റേത്. 2010-ലാണ് യുനാൻ ചൈനയിലെ ചെറുപട്ടണമായ ഡാക്സിയിൽ ഒരു പെട്ടിക്കട സ്ഥാപിച്ചത്. ബബിൾ ടീ ആയിരുന്നു കടയിലെ മുഖ്യ ആകർഷണം. ആളുകൾ തുടക്കത്തിൽ വിമുഖത കാണിച്ചെങ്കിലും വിലയിലും ക്വാളിറ്റിയിലും അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. പതിയെ യുനാന്റെ ചായ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. 2024 സുവർണ വർഷം. രാജ്യത്തുടനീളമുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ഗുഡ്മിക്ക് സ്റ്റോറുകളായ വർഷം. കപ്പപ്പൊടി പ്രത്യേക രീതിയിൽ പാകം ചെയ്ത് ബബിൾ രൂപത്തിലാക്കി ചായയോടൊപ്പം ചേർത്ത് തണുപ്പിച്ചു നൽകുന്ന പാനീയമാണ് ബബിൾ ടീ. 1980-കളിൽ തായ്വാനിലാണ് ഈ പ്രത്യേകതരം ചായ രൂപം കൊണ്ടത്. ഇന്ന് യുവാക്കൾക്കിടയിൽ ഹരമായ ബബിൾ ടീയിലൂടെ കോടികൾ കൊയ്യുകയാണ് യുനാൻ.